ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇനി കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പോ ഗോസ് ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കും. നോർമൽ ഓർ ഗോസ്. നോർമലി നമ്മൾ എന്താണ് സാധാരണഗതിയിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് കൂടുതലും പറയുക. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ which follows normal. Continuous random variable follows normal. Then f of x is equal to 1 by root 2 pi into sigma 1 by root 2 pi sigma into e raised to minus half into x minus mu by sigma whole square comma sigma square greater than 0 minus infinity less than mu less than infinity minus infinity less than x less than infinity, and sigma square and mu are the parameters. സിഗ്മ സ്ക്വയറും മ്യൂവും ആണ് അവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by root 2 pi into sigma e raised to minus half into x minus mu by sigma whole square, and sigma square is always greater than 0, and mu and x, mu is the mean, lies between minus infinity to plus infinity, and x ranges between minus infinity to plus infinity. Okay, അപ്പോൾ നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു n ചെറിയ നമ്പർ ആവുമ്പോ ഗ്രാഫിന്റെ ഷേപ്പും n ലാർജ് ആവുമ്പോ അത് നോർമാലിറ്റി ഷേപ്പിലേക്ക് പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതായത് n1 2 3 അങ്ങനെ പോകുമ്പോ ഇതാവുമ്പോ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതായത് ഇതൊരു ബെൽ ഷേപ്പ്ഡ് കർവിലേക്ക് പോകും. ഇപ്പോ n എന്ന് പറയുന്നത് ലാർജ് ആവുമ്പോ, അപ്പോ അതിന്റെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗ്രാഫിക്കൽ ഫോം കാണും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ ഡിസ്ട്രിബ്യൂഷന്റെയും ഗ്രാഫിക്കൽ ഫോം ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? X follows normal distribution with mean mu and standard deviation sigma, or X follows normal distribution with mean mu and variance sigma square എന്ന് എഴുതിയാൽ അതിനർത്ഥം ഈ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എന്ന് പറയുന്നത് മ്യൂ സിഗ്മ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ മ്യൂ സിഗ്മ എന്ന് പറയും. അപ്പൊ മെൻഷൻ ചെയ്യണം സിഗ്മ ആണോ സിഗ്മ സ്ക്വയർ ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ആ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്.
നോർമൽ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. സിമെട്രിക് എന്നുള്ള വേർഡ് നമ്മള് സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസിൽ പറയുന്നുണ്ട്. സ്ക്യൂനസ് ലാക്ക് ഓഫ് സിമെട്രി മെഷർ ചെയ്യാനാണ് നമ്മൾ സ്ക്യൂനസ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ കർവ് എന്ന് പറയുന്നത് നോർമലി വെൽ ഷേപ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓർഡിനേറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ, അതായത് ഇതാണ് എന്റെ എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഈ ഒരു പോയിന്റിന്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഈക്വൽ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ സിമെട്രിക്കൽ കർവ് ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്പർ 1 പറയുന്നത്. അതേപോലെ ഇത് എക്സ് ഈക്വൽ ടു മ്യൂ മൈനസ് കെയും ഇത് എക്സ് ഈക്വൽ ടു മ്യൂ പ്ലസ് കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എഫ് ഓഫ് എന്താണ് ഈ പോയിന്റ് എഫ് ഓഫ് മ്യൂ മൈനസ് കെ എന്ന് പറയുന്ന പോയിന്റും എഫ് ഓഫ് മ്യൂ പ്ലസ് കെ എന്ന് പറയുന്ന പോയിന്റും ഈക്വൽ ആയിരിക്കും. ആ പോയിന്റിന്റെ ഫങ്ഷണൽ വാല്യൂ അല്ലെങ്കിൽ വൈ ഓർഡിനേറ്റ് ഈ എന്താണ് വൈ ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെയിം ആയിരിക്കും അല്ലെ. അതായത് എഫ് ഓഫ് മ്യൂ മൈനസ് കെ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും, ആൻഡ് എഫ് ഓഫ് മ്യൂ പ്ലസ് കെ എന്ന് പറയുന്ന ഈ പോയിന്റ് രണ്ടിന്റെയും ഓർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇനി ഇവിടെ മീനും മീഡിയനും മോഡും കോയിൻസൈഡ് ചെയ്യും. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും, ദാറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ ആയിരിക്കും. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയനും മോഡും ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ത് അതിന്റെ മീൻ മ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ആവുക? ഈ ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കർവിന്റെ ഏറ്റവും പീക്ക് പോയിന്റ് വരുന്നത് അത് ഏത് പോയിന്റിലാണ്? എക്സ് ഈക്വൽ ടു മ്യൂ. അപ്പോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 പൈ ഇൻറ്റു സിഗ്മ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയറില് എക്സ് ഈക്വൽ ടു മ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു മ്യൂ മൈനസ് മ്യൂ, ഇ റേസ് ടു 0, ദാറ്റ് ഈസ് 1. Therefore എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 പൈ ഇൻറ്റു സിഗ്മ ആയിരിക്കും എന്ത് വരിക? ഫംഗ്ഷന്റെ വാല്യൂ വരിക. അതായത് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് y, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/√2 പൈ ഇൻറ്റു സിഗ്മ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ ഓർഡിനേറ്റ്. മാക്സിമം പോയിന്റിന്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 1/√2 പൈ സിഗ്മ ആയിരിക്കും. ഇനി നോർമൽ കർവ് എക്സ്റ്റെൻസ് ഫ്രം -∞ ടു +∞ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. Then the curve touches x-axis at ±∞. അതായത് ഒരിക്കലും ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ കർവ് എക്സ് ആക്സിസിന്റെ ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുള്ളൂ, -∞ +∞. അപ്പോ ഈവൺ ഇഫ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയോ ഒരു ഇൻഫിനിറ്റി പോയിന്റിലായിരിക്കും അത് ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അസിംപ്ടോട്ടിക്കലി ടച്ചിങ് എന്ന് പറയാം. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ദ കർവ് ടച്ചസ് ദി എക്സ് ആക്സിസ് only at ±∞. Therefore x is an asymptote to the curve. ഇനി ഇവിടെ β1 ഉം γ1 അല്ലെങ്കിൽ β1 മെഷർ ഓഫ് സ്ക്യൂനെസ്സും β2 മെഷർ ഓഫ് കർട്ടോസിസും എന്തായിരിക്കും? സിമെട്രിക് ആയതുകൊണ്ട് β1 0 ആയിരിക്കും. പിന്നെ കർവിന്റെ ഷേപ്പ് അനുസരിച്ച് പ്ലാറ്റിക്കർട്ടിക് ആണോ, ലെപ്റ്റോകർട്ടിക് ആണോ, മെസോകർട്ടിക് ആണോ? മെസോകർട്ടിക് ആണ്. അപ്പൊ β2 3 ആയിരിക്കും. ഓക്കെ, മെസോകർട്ടിക്. അതായത് കർട്ടോസിസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ലെപ്റ്റോകർട്ടിക്, മെസോകർട്ടിക്, പ്ലാറ്റിക്കർട്ടിക്. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് മെസോകർട്ടിക് ആയിരിക്കും. അപ്പൊ β2 എന്ന് പറയുന്നത് 3 ആയിരിക്കും.
ഇനി ഒരു റിലേഷൻ ആണ്. ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു, അത് ശ്രദ്ധിച്ചോളൂ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 മീൻ ഡീവിയേഷൻ ആണ്. 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ 2/3 ആണ് എന്ത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് മീൻ ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എല്ലാ ഓഡ് സെൻട്രൽ മൊമെന്റ്സും വാനിഷ് ചെയ്യപ്പെടും, 0 ആയിരിക്കും. ഓഡ് സെൻട്രൽ മൊമെന്റ്സ് അത് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. ദെൻ ഈവൻ സെൻട്രൽ മൊമെന്റ്സ് എന്ന് പറയുന്നത് μ2r is equal to 1/3 ഇതൊക്കെ നമുക്ക് അടുത്ത ചില പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാക്സിമം പോയിന്റിൽ നിന്ന് കർവ് താഴേക്ക്, അതായത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്ന പീക്ക് പോയിന്റിലേക്ക് എത്തുന്നതും അതല്ലെങ്കിൽ ഡിക്രീസിംഗ് പോയിന്റിലേക്ക് താഴുന്നതുമായിട്ടുള്ള പോയിന്റിനാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് μ+or-σ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഈ ഒരു പോയിന്റ് x = μ എന്ന് പറയുന്ന പോയിന്റ് ആണ് മാക്സിമം പോയിന്റ് എങ്കിൽ μ+or-σ ആണ് എന്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ലോവർ ആൻഡ് അപ്പർ ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ, അത് ഇവിടെ സിമെട്രിക് ആയതുകൊണ്ട് ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് μ+or-σ, μ+or-2σ, μ+or-3σ. μ+or-σ, μ+2σ, μ+or-3σ എന്ന് പറയുന്നത് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, which implies probability of μ-σ less than or equal to x, μ+σ എന്ന് എഴുതാം. And another case, probability of μ-2σ less than or equal to x less than or equal to μ+or-2σ, and the probability of μ-3σ less than or equal to x less than or equal to μ+3σ is equal to എന്ത് വരണം, 68.27% ആണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 68.27%, ഓർ പ്രോബബിലിറ്റി ആവുമ്പോൾ എന്ത് പറയാം, 0.6827, 68.27%. അടുത്തത് 95.45, ഇത് 95.45%. ആദ്യത്തെ എന്ത് പറഞ്ഞേ 68.27%. അടുത്തത് 99.73%. അതായത് ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്റെ മ്യൂ, ഇതാണ് μ-σ, μ+σ. ഈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് 0.6827 ഏരിയ. ബാക്കിയുള്ള ഈ അൺഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും ഇത് 1 - 0.6827 എന്ന് പറയുന്നത്. μ - or +σ. ഇനി μ+or-2σ ആകുമ്പോൾ എവിടെ വരും, കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യപ്പെടും. ദാറ്റ് ഈസ് μ+2σ. അതെന്ന് പറഞ്ഞാൽ എത്ര, 95.45, ദാറ്റ് ഈസ് 0.9547%. അടുത്തത് 0.9973%, അല്ല 0.9973. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അപ്പൊ μ+or-3σ എന്ന് പറയുമ്പോൾ മാക്സിമം ഏരിയ കവർ ചെയ്യപ്പെടും. അതിന്റെ പ്രോബബിലിറ്റി ആണ് 0.9973.
0.73 എന്ന് പറയുന്നത്. ഓക്കെ.